നിങ്ങളുടെ മകൻ മരിച്ചു പോയിട്ടുണ്ട്, നിങ്ങളുടെ സഹോദരൻ മരിച്ചു പോയിട്ടുണ്ട്, നിങ്ങളുടെ വാപ്പ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടും ബഹുമാനപ്പെട്ട മഹദിക്കതൊന്നും കേൾക്കാൻ കഴിയുന്നില്ല. അതൊന്നും കേട്ടിട്ട് അവരതിനൊന്നും മനസ്സിലാക്കാതെ ചോദിക്കുന്നത്, ഉപ്പ മരിച്ചത് എനിക്കറിയണ്ട, ഉമ്മ മരിച്ചത് എന്റെ സഹോദരൻ മരിച്ചത് എനിക്കറിയണ്ട, മകൻ മരിച്ചത് എനിക്കറിയണ്ട. എന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച മഹദിയല്ലേ. അങ്ങനെ ഹബീബായ തങ്ങളെ സ്നേഹിച്ച എത്രയെത്ര വനിതകളാണ്, എത്രയെത്ര സ്വഹാബികളാണ്. അവരൊക്കെ സ്വർഗത്തിൽ അങ്ങ് ചെന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തൊന്നൊരുമിച്ച് കൂടിയിട്ട് ഹബീബായ തങ്ങളോട് സന്തോഷത്തോടെ ഒരുമിച്ച് കൂടുമ്പോ, ഉമ്മമാരെ ഞങ്ങൾക്ക് അവിടെ വെച്ച് അസൂയ വെക്കാൻ പറ്റുമോ? ഞങ്ങൾക്ക് അവിടെ നിന്ന് ആഗ്രഹിക്കാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ടോ ഉമ്മമാരെ, മുഅ്മിനീങ്ങളെ, നമുക്കുള്ള ജീവിതം എപ്പോഴാണ് തീരുകയെന്നറിയില്ല. നമുക്കുള്ള ജീവിതത്തിന്റെ ആയുസ് എപ്പോഴാണ് റബ്ബ് തിരിച്ചു വിളിക്കുകയെന്നറിയില്ല. ആ സമയമാകുമ്പോഴേക്ക് മുത്തുനബിയെ നമ്മുടെ ജീവിതത്തിലൊന്ന് കൊണ്ടുവരണ്ടയോ? എത്രയോ മഹാന്മാരായ ആളുകൾ ഞങ്ങളോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവിടുത്തെ കണ്ട രംഗങ്ങൾ പറയുമ്പോ, ഞാനത് റബീഉൽ അവ്വൽ 12 രാവിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ടിട്ടുണ്ട്. കണ്ടു എന്ന് പറയുന്ന വിവരങ്ങൾ ഞങ്ങളോട് പറയുമ്പോ എന്ത് രസമുള്ള മുഖകമലമാണ്. അവിടുത്തെ മുഖമൊന്ന് കണ്ടാൽ അവിടുന്ന് വിജയിച്ചില്ലേ. من رأى وجهك يسعد يا كريم الوالدين حوك صافي المبرد وردنا يوم النشور. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയൊന്ന് കണ്ടുകൊണ്ട് മരിക്കുന്നതിന് മുമ്പൊന്ന് പരിചയപ്പെട്ടാൽ അവർക്കല്ലയോ വിജയമുള്ളത്, അവർക്കല്ലയോ ദുനിയാവിലും ആഖിറത്തിലും രക്ഷയുള്ളത്. അതുകൊണ്ടോ എന്നെ കേൾക്കുന്ന മുഅ്മിനീങ്ങളെ, ഞങ്ങൾക്കൊന്ന് സ്വലാത്തു ചൊല്ലാൻ ഒരുങ്ങണം. പരിശുദ്ധ റബീഉൽ അവ്വൽ മാസം ഞങ്ങൾ അതിനെ മാറ്റിവെക്കണം. ഞങ്ങളെ ഹബീബായ തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ടവരാണ്. മുത്തുനബി ഞങ്ങളെ വല്ലാതെ സ്നേഹിച്ച നേതാവാണ്. ഇപ്പോഴും ഞങ്ങളെ വല്ലാതെ സ്നേഹിക്കുന്ന നേതാവാണ്. ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് ഞങ്ങൾക്ക് നമ്മുടെ സ്വപ്നത്തിൽ കൊണ്ടുവരണ്ടയോ? അതിനു വേണ്ടി ഞങ്ങൾ ഒരുങ്ങണം. നാളെ മരിച്ച് ഖബറിലെത്തിയിട്ട് ഒരു ഫോട്ടോ കൊണ്ടുവന്നുകൊണ്ട്, അതേ ഈ ഫോട്ടോയിൽ കാണുന്ന ആളെ പരിചയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വളരെ ആവേശത്തോടെ സന്തോഷത്തോടെ ഇതെന്റെ നേതാവാണ്, ഇതെന്റെ ഹബീബാണ് എന്ന് പറഞ്ഞ് അവിടത്തെ ഒന്ന് പറയാൻ ഞങ്ങൾക്ക് സാധിക്കണ്ടേ? അങ്ങനെ ഒരു പരിചയം ഞങ്ങൾക്ക് മരിക്കുന്നതിന് മുമ്പ് വരുത്തണ്ടേ? അതിനു വേണ്ടി ഞങ്ങൾ ഒരുങ്ങണം.
എല്ലാത്തിനേക്കാളും മുത്തുനബിയെ ഞങ്ങൾ സ്നേഹിക്കണം. ലാ യുമിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. മക്കളെക്കാളും മാതാപിതാക്കളെക്കാളും സർവസത്തെക്കാളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങൾ പരിപൂർണ മുഅ്മിനാവുകയില്ലെന്ന് ഹബീബായ തങ്ങളെ ഞങ്ങളോട് പഠിപ്പിച്ചു തന്നിട്ടില്ലയോ? അതുകൊണ്ട് ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനമായി നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ടത് ഹബീബായ തങ്ങളാണ്. നമ്മുടെ ഹൃദയത്തിൽ ഞങ്ങൾ സ്ഥാനം കൊടുക്കേണ്ടത് ഹബീബായ തങ്ങൾക്കാണ്. അതിനു വേണ്ടി ഞങ്ങൾ ഒരുങ്ങണം. എങ്ങനെയാണ് ഞങ്ങൾ ഒരുങ്ങേണ്ടത്? അതിനു വേണ്ടി ഞങ്ങൾ മഹാന്മാര് ചെയ്തതുപോലെ ചൊല്ലുക എന്നെ സ്വലാത്തങ്ങ് ഒരുപാട് ചൊല്ലി മുത്തുനബിയോട് ഞങ്ങൾ എത്ര കണ്ടടുക്കാൻ പറ്റുമോ അങ്ങനെ ഞങ്ങളൊന്നടുക്കണം. അങ്ങനെ അടുത്താലുള്ള രസം ഞങ്ങൾക്ക് വേറെ തന്നെയാണ്. ഞാനത് അവസാനം ഒരൊറ്റ ചരിത്രം മാത്രം പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് സൽക്കരിക്കുകയാണ്. ഒരു ദിവസം ഹബീബായ തങ്ങളെ ഹബീബായ തങ്ങളെ അതേ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് വരാമെന്നതേ ഒക്കുകയാണ്, ഡേറ്റ് കൊടുക്കുകയാണ്. വീട്ടിലേക്ക് ഭക്ഷണത്തിന് വരുമെന്ന് പറഞ്ഞപ്പോ ജാബിർ റളിയല്ലാഹു അൻഹു അവിടെ അതേ മുത്തുനബിയല്ലേ വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലുള്ള നല്ലൊരു ആടിനെ പിടിച്ച് അടേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭക്ഷണം ഒരുക്കാൻ വേണ്ടി അവിടെ നല്ല ആടിനെ ഒന്ന് അറുക്കുകയാണ്. അങ്ങനെ ഭാര്യയോട് ഭക്ഷണം ഉണ്ടാക്കാൻ പറഞ്ഞുകൊണ്ട് ജാബിർ റളിയല്ലാഹു അൻഹു അതേ അങ്ങാടിയിലേക്ക് പോവുകയാണ്. അങ്ങനെ അവിടുത്തെ രണ്ട് മക്കൾ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ രണ്ട് മക്കള് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സൽക്കരിക്കാൻ വേണ്ടി അറുത്ത ആടുകളെ അറുക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് കണ്ടപ്പോ കൂട്ടത്തിൽ വലിയ മോൻ ചെറിയ മോനോട് പറയുകയാണ്, അതേ ഉപ്പ ആടിനെ അറുത്തത് നീ കണ്ടിട്ടില്ലേ? എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അതേ വലിയ മോന് അതേ ചെറിയ മകന്റെ കഴുത്തിലങ്ങ് ആടിനെ അറുത്തതൊന്ന് കാട്ടിക്കൊടുക്കാൻ വേണ്ടി ചെറിയ മോൻ എന്ന കുട്ടികളല്ലേ, അവർക്കറിയില്ലല്ലോ. അവരതേ വലിയ മോന് ചെറിയ മോനെ ഒന്നങ്ങ് അറുത്ത് കളയുകയാണ്. നഊദു ബില്ലാഹ്, സുബ്ഹാനല്ലാഹ്. അതേ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ചെറിയ മോനങ്ങ് പിടഞ്ഞ് മരിക്കുകയാണ്. രക്തം പൊട്ടിയൊലിക്കുന്നത് കണ്ടപ്പോൾ വലിയ മോനങ്ങ് ഓടിപ്പോവുകയാണ്. ഇത് ശബ്ദം കേട്ടിട്ട് ഭാര്യ അങ്ങ് പുറത്തു വന്ന് നോക്കുമ്പോ ചെറിയ മോനങ്ങ് മരിച്ചു കിടക്കുന്നുണ്ട്. വലിയ മോന് കാണുന്നില്ല. ചെറിയ മകനെ അതേ എടുത്തു. അവിടുത്തെ വിഷമം അതേ പിടിച്ചു വെക്കുകയാണ്, കടിച്ചു പിടിക്കുകയാണ്. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ വീട്ടിലേക്ക് വരുന്നത്. ഈ കുട്ടി മരിച്ച വിവരം ഞാൻ അറിയിച്ചാൽ അതേ ജാബിർ റളിയല്ലാഹു അൻഹു മുത്തുനബിയോട് പറഞ്ഞാൽ ഒരുപക്ഷേ എന്റെ വീട്ടിലേക്ക് ഹബീബായ തങ്ങൾ വരികയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ആരോടും പറയാതെ വിഷമിച്ച് മകന്റെ അതേ ജനാസ
അതേ വീടിന്റെ ഒരു മൂലക്ക് അതേ ഒരു വെള്ള വസ്ത്രം ഒരു തുണി പൊതിഞ്ഞുകൊണ്ട് ഇങ്ങനെ വെക്കുകയാണ്. മറ്റേ മകനെയും അന്വേഷിച്ചു നോക്കുമ്പോ ദൂരെ പോയി എന്തോ കല്ല് തട്ടി വീണ് അവനും മരിച്ചു കിടക്കുന്നുണ്ട്. അല്ലാഹ്, ആ മകന്റെ മയ്യത്തും കൊണ്ടുവന്ന് വീട്ടിലങ്ങ് വെക്കുകയാണ്. ഭർത്താവിനോട് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. പറഞ്ഞാൽ ഹബീബായ തങ്ങൾ വീട്ടിലേക്ക് വരുന്നത് മുടങ്ങുമല്ലോ എന്ന് പറഞ്ഞ് ആരോടും പറയാതെ അതേ മക്കളുടെ ജനാസ വീടിന്റെ ഒരു ഭാഗത്ത് പൊതിഞ്ഞു വെച്ചുകൊണ്ട് തുണിയിട്ട് വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മഹദിയങ്ങ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭക്ഷണം ഒരുക്കുകയാണ്. ഹബീബായ തങ്ങള് വരുന്നു. തങ്ങള് വന്ന് വീട്ടിലേക്ക് ഇരുന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജാബിർ റളിയല്ലാഹു അൻഹു ഭക്ഷണം കൊടുത്തപ്പോ ഹബീബായ തങ്ങളുടെ അരികിലേക്ക് മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ചോദിച്ചു, പറഞ്ഞു, നബിയേ, ജാബിറിന്റെ 2 മക്കളെ ഒന്ന് വിളിക്കൂ നബിയേ എന്ന് പറഞ്ഞപ്പോ ഹബീബായ തങ്ങൾ ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് മക്കളെ വിളിക്കാൻ പറഞ്ഞു. ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു ഭാര്യയുടെ അരികിൽ പോയി ചോദിച്ചു, മക്കളെവിടെ? മക്കളെ വിളിക്കുന്നുണ്ട് ഹബീബായ തങ്ങള് എന്ന് പറഞ്ഞപ്പോ ഭാര്യ പറഞ്ഞു, ഇല്ല, മക്കള് പുറത്ത് കളിക്കാൻ പോയിരിക്കുകയാണ്. അതേ, ഇവിടെ അങ്ങനെ പറയാതെ വഴിയില്ല. അവര് മരിച്ചു എന്ന് പറഞ്ഞാൽ മുത്തുനബി തങ്ങളുടെ അതേ ആതിഥ്യം മുടങ്ങും, അവിടുത്തെ സൽക്കാരം മുടങ്ങും. അത് പറയാതെ മക്കള് പുറത്താണ്. അതുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭക്ഷണം കഴിച്ചോട്ടെ എന്ന് പറഞ്ഞപ്പോ ജാബിർ റളിയല്ലാഹു അൻഹു വിവരം മുത്തുനബിയോട് പറഞ്ഞു, മക്കൾ ഇവിടെ ഇല്ല, തങ്ങൾ കഴിച്ചോളി. ഹബീബായ തങ്ങളോ അങ്ങനെ പറഞ്ഞപ്പോ പിന്നെയും ജിബ്രീൽ അലൈഹിസ്സലാം എന്നുകൊണ്ട് പറഞ്ഞു, ഇല്ല, വിളിക്കൂ നബിയേ. പിന്നെയും നബി തങ്ങൾ വിളിച്ചു. ജാബിർ റളിയല്ലാഹു അൻഹു ഭാര്യയുടെ അരികിൽ പോയി പിന്നെയും പറഞ്ഞപ്പോ ഹബീബായ തങ്ങളുടെ വിളിയാണല്ലോ, പിന്നെ പറയാതെ മാർഗമില്ലല്ലോ. ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് ഭാര്യ പറയുകയാണ്, അതേ, നമ്മുടെ 2 മക്കളെയും അല്ലാഹ് തിരിച്ചു വിളിച്ചു. അവരുടെ മയ്യത്ത് ആ റൂമിൽ ഇങ്ങനെ പൊതിഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ട്. മുത്തുനബിയുടെ സൽക്കാരം മുടങ്ങുമെന്ന് വിചാരിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാത്തത് എന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞപ്പോ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ വിഷമം അങ്ങനെ മുത്തുനബിയോട് പറഞ്ഞു, മുത്തുനബിയേ, 2 മക്കളും അവര് വഫാത്തായിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ ഹബീബായ തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയേ, അങ്ങൊന്ന് പോകണം, എന്നിട്ട് മക്കളെ വിളിക്കണം, മരിച്ച മക്കൾ അങ്ങനെന്ന് വിളിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങളതേ പോയി മക്കളുടെ മുഖത്തിട്ട തുണിയൊന്നെടുത്തുകൊണ്ട് ആ 2 മക്കളെയൊന്ന് വിളിക്കുകയാണ്. ഹബീബായ തങ്ങളങ്ങ് വിളിച്ചപ്പോ മരിച്ച 2 മക്കളും അല്ലാഹുവിന്റെ ഇറാദത്ത് പ്രകാരം, ഉദ്ദേശപ്രകാരം അവർ 2 മക്കളും എഴുന്നേറ്റ് വരികയാണ്. അങ്ങനെ സൽക്കാരം കഴിഞ്ഞു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മടങ്ങി. ഓ ഉമ്മമാരേ, മുഅ്മിനീങ്ങളെ, മക്കളെക്കാളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതേ പ്രാധാന്യം നൽകിയ മഹദിയല്ലേ, അവിടത്തേക്ക് ഇഷ്ക് വെച്ച മഹദിയല്ലേ. അവരൊക്കെ പോയ സ്വർഗത്തിലല്ലേ ഞങ്ങൾക്കും പോകാൻ ആഗ്രഹമുള്ളത്. അവരൊക്കെ പോകാൻ ആഗ്രഹിച്ച സ്വർഗത്തിലല്ലേ ഞങ്ങൾക്കും താല്പര്യമുള്ളത്.
ഞങ്ങൾക്കും അങ്ങനെയൊന്ന് സ്വർഗത്തിൽ പോകണ്ടയോ? അതിനു വേണ്ടി ഞങ്ങൾ ഒരുങ്ങണം റബ്ബേ. ഞങ്ങളെ കബൂലാക്കണേ അല്ലാ, ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. അതുകൊണ്ട് ഹബീബായ തങ്ങൾക്ക് ധാരാളം സ്വലാത്ത് ചൊല്ലണം. റബീഉൽ അവ്വൽ കഴിയുമ്പോഴേക്ക് ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ ചെല്ലാൻ കഴിയണം. റബ്ബേ നീ തൗഫീഖ് ചെയ്യണം റഹ്മാനേ. അങ്ങനെയുള്ളൊരു സ്വലാത്തിന്റെ ആളുകളായി ഞങ്ങൾ മാറണം. വെറും ഒരു റബീഉ മാസത്തിൽ മാത്രമല്ല, ജീവിതത്തിൽ മുഴുവനും ഞങ്ങൾ സ്വലാത്ത് ചൊല്ലണം. എന്നിട്ട് ഹബീബായ തങ്ങളെയൊന്ന് പരിചയപ്പെടണം. നമ്മുടെ ജീവിതം ഒന്ന് നന്നാക്കണം. ഞങ്ങൾക്ക് മുത്തുനബിയോടുള്ള കലക്ഷൻ ഒന്ന് കൂട്ടണം. വീട്ടിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും വരുന്ന വീടാകണം. അവിടുന്ന് ഞങ്ങളെ കാണുന്ന ആളുകളാകണം. അവിടുന്ന് സന്തോഷിക്കുന്ന ഹൃദയങ്ങളാകണം. അതിനു പറ്റിയ ജീവിതം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. തെറ്റുകളിൽ നിന്ന് മുഴുവനായും മാറി നിൽക്കണം. എത്ര ചെറിയ തെറ്റാണെങ്കിലും, അത് തമാശക്കുള്ള കളവ് പറയലാണെങ്കിലും, തമാശക്കുള്ള ഗീബത്താണെങ്കിലും, തമാശക്കുള്ള എന്താണെങ്കിലും തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ അതിൽ നിന്ന് മാറി നിൽക്കണം. അങ്ങനെ നല്ലൊരു മുഅ്മിനായിട്ട് ജീവിക്കണം. കാരണം ഞങ്ങൾ മരിക്കാനുള്ളവരാണ്. ഞങ്ങൾക്ക് ഖബർ എന്ന് പറയുന്ന ലോകമുണ്ട്. അവിടെ നിന്നങ്ങോട്ട് ബർസഖിയായ ജീവിതമുണ്ട്. അവിടെയാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം വേണ്ടത്. അവിടെയാണ് ഞങ്ങൾക്ക് രക്ഷ വേണ്ടത്. അവിടെയാണ്